ഹലോ ക്യൂട്ടി പൈ. അപ്പോൾ ഇത് ഒരു വെടിക്ക് രണ്ട് പക്ഷിയാണ്. ഇത് പിൻട്രസ്റ്റ് ഇൻസ്പയർഡ് ആയിട്ട് ഞാൻ ചെയ്യുന്ന ഒരു ക്രാഫ്റ്റാണ് കേട്ടോ. ഇത് ഡെസ്ക് ഡെക്കോറായിട്ടും ബർത്ത്ഡേ ഗിഫ്റ്റായിട്ടും ഒക്കെ നമുക്ക് യൂസ്ഫുൾ ആയിട്ടൊരു ഐറ്റമാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു കമ്പി എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഇതുപോലെ ഗ്രീൻ കളർ റിബണോ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഗ്രീൻ ടേപ്പോ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഇതുപോലെ ഫുള്ളായിട്ടൊന്ന് ചുറ്റിച്ചു കൊടുക്കുക. അതിനുശേഷം മാർക്കറോ ഇതുപോലെ ക്യൂടെക്സോ എന്തെങ്കിലും എടുത്തിട്ട് നമുക്കിതുപോലെ റൗണ്ട് ചെയ്ത് ഒരു 2 വട്ടം റൗണ്ട് ചെയ്ത് ഇതുപോലെ സെറ്റ് ചെയ്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതും ഒരു അടിപൊളി ഡിസൈനായിട്ട് കിട്ടുന്നതാണ്. അങ്ങനെ ഞാൻ 3 ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി വേണ്ടത് ഗ്ലിറ്റർ ഫോം ഷീറ്റാണ്. അപ്പോൾ അതിലേക്ക് ഒരളവിൽ 2 പീസ് വെച്ചിട്ട് ഞാൻ 3 വേണ്ടിയിട്ട് 6 പീസ് ഇതുപോലെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി ഞാൻ ഇതിൽ കാണിക്കുന്നത് പോലെ ഇത് അപ്പുറവും ഇപ്പുറവും ഒട്ടിക്കണം. അതിന് വേണ്ടിയിട്ട് താഴെ കുറച്ച് ഭാഗം മാത്രം ഗ്ലൂ തേക്കാതെ ഞാൻ ഈ വരച്ചേക്കുന്ന അതുപോലെ ഗ്ലൂ തേച്ചിട്ട് നമുക്കിതൊന്ന് ഒട്ടി ചെയ്തെടുക്കാം. അപ്പോൾ ഇത് 3 ഞാൻ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിനുള്ളിലേക്ക് കുറച്ച് കോട്ടൺ പഞ്ഞി നമുക്ക് നിറച്ച് കൊടുക്കണം. അപ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ ഗ്ലൂ നന്നായിട്ട് ഒട്ടിയതിന് ശേഷം മാത്രം ചെയ്ത് കൊടുക്കുക. അപ്പോൾ 2 ഞാൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ അടിയിലേക്ക് ഗ്ലൂ ഗൺ യൂസ് ചെയ്ത് ഗ്ലൂ ആക്കിയതിന് ശേഷം ഇതിന്ന് ഒരു കമ്പി എടുത്തിട്ട് ഇതിനുള്ളിലേക്ക് വെച്ചിട്ട് അതും കൂടി ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക. അപ്പോൾ എൻ്റെ ഗ്ലൂ ഗണ്ണിന് നീട്ടം കുറവായതുകൊണ്ടാണ് ഞാൻ അവിടെ പോയി ഗ്ലൂ ഒട്ടിച്ചതിന് ശേഷമാണ് ഞാനിവിടെ വന്ന് വീണ്ടും വീഡിയോ എടുക്കുന്നത്. അപ്പോൾ ഇതുപോലെ ഞാൻ 3 ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇത് ഭയങ്കര സിമ്പിളാണ്. നമ്മൾ ഈ കാണുമ്പോൾ നമുക്ക് ഭയങ്കര ഇതായിട്ട് തോന്നുമെങ്കിലും വളരെ സിമ്പിളായിട്ടുള്ള ഒരു അടിപൊളിയായിട്ടുള്ള ഒരു ഡെസ്ക് ഡെക്കോറാണ് കേട്ടോ. അപ്പം ഞാനിതുപോലെ 3 ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് സ്റ്റാൻഡ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് ഒരു സ്റ്റാൻഡാണ്. അതിന് വേണ്ടിയിട്ടാണ് ആ പ്ലാസ്റ്റിക് ഡബ്ബ എടുത്തിട്ടുള്ളത്. ഈ ഒരു ബോക്സിന് അടപ്പ് വേണമെന്ന് നിർബന്ധമല്ല, നമ്മൾ കട്ട് ചെയ്ത് കളയുന്നതാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതുപോലെ വാൾ പെയിൻറ്റ് പോലത്തെ സ്റ്റിക്കേഴ്സ് കിട്ടും, അല്ലെന്നുണ്ടെങ്കിൽ പെയിൻറ്റ് അടിച്ചെടുക്കാവുന്നതാണ്. ഇത് ഞാൻ ബാലൻസ് വന്ന കുറച്ച് ഇതുണ്ടായിരുന്നത് ഞാൻ ഒട്ടിച്ചു കൊടുക്കുന്നതാണ്. ഇതിനാകുമ്പോൾ പ്രത്യേകിച്ച് ഗ്ലൂവിൻ്റെ ആവശ്യമില്ല. ഇതുപോലെ ഒട്ടിച്ചു കൊടുക്കാം. ഇതിന് ശേഷം ഇതിൻ്റെ അടിയിലേക്കും ഒരു റൗണ്ട് ഷേപ്പിന് കട്ട് ചെയ്ത് നമുക്കൊന്ന് ഒട്ടിച്ചെടുക്കാവുന്നതാണ്. നിങ്ങൾക്ക് ഇതിന് പകരം ആക്രിലിക് പെയിൻറ്റ് യൂസ് ചെയ്ത് ഇതൊന്ന് പെയിൻറ്റ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പം ഞാൻ ആ ഒരു ഷീറ്റിൻ്റെ തന്നെ ഇതുപോലെ സെറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി ഇതൊന്ന് സ്ട്രോങ് ആയിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട് ഞാൻ മുറ്റത്തുനിന്ന് കുറച്ച് കല്ല് പറക്കി എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ കളർ സ്റ്റോൺസ് യൂസ് ചെയ്യാം. കാരണം അതിൻ്റെ ആവശ്യമില്ല, ചിലവ് നമുക്ക് വളരെ കുറച്ച് ചിലവ് ആക്കുന്നതല്ലേ നല്ലത്. അപ്പോൾ നമുക്ക് DIY ആണല്ലോ. അപ്പോൾ ഇതുപോലെ ഒരു കാർഡ്ബോർഡ് റൗണ്ട് വെട്ടിയെടുത്ത് അതിലൊരു ഹോളിട്ട് ഇതിങ്ങനെ കുത്തി വയ്ക്കാൻ വേണ്ടിയിട്ട് ഒരു ഹോളിട്ട് കൊടുത്തിട്ട് നമ്മൾ ഇതും കൂടി അതിനുള്ളിലേക്ക് ഒന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഗ്ലൂ ഗണ്ണിൽ പോയി ഞാൻ ഒട്ടിച്ചിട്ട് വരാം കേട്ടോ. അപ്പോൾ എൻ്റെ ഗ്ലൂ ഗണ്ണിലിരുന്ന സ്റ്റിക്ക് വന്നിട്ട് ബ്ലൂ കളർ ആയതുകൊണ്ടാണ് ഇത് ബ്ലൂ കളറിൽ കാണുന്നത് കേട്ടോ. അപ്പോൾ ഇതുപോലെ ചെയ്തെടുത്തിട്ട് ഇനി ഇതിൻ്റെ ആ വൃത്തികേട് നമ്മൾ ഓൾറെഡി മാറ്റുന്നതാണ്, അത് നിങ്ങൾ കണ്ടോ കേട്ടോ. അപ്പോൾ ഞാൻ ഇതുപോലെ 3 ഇതിനുള്ളിലേക്ക് സ്റ്റിക്ക് ചെയ്ത് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇതിന് ശേഷം നിങ്ങൾക്ക് വേണമെങ്കിൽ കളർ സ്റ്റോൺസ് എടുക്കാം, ഇല്ലെങ്കിൽ ഇതുപോലത്തെ പോപ്പ് കിട്ടും. നമ്മൾ ക്രാഫ്റ്റൊക്കെ ചെയ്യുന്നവരുടെ വീട്ടിൽ മിക്കപ്പോഴും ഉള്ള ഒരു സംഭവമാണ്. ഇല്ലാന്നുണ്ടെങ്കിൽ കുറച്ച് ബീഡ്സ് എടുത്താലും മതി. അതിന് ഫുള്ളായിട്ട് ചുറ്റി ഇട്ട് കൊടുത്താൽ കുറച്ചും കൂടി കാണാൻ ക്യൂട്ടായിട്ട് നല്ല അടിപൊളിയായിട്ട് കിട്ടുന്നതാണ്. ഇതിൽ ഞാൻ വീഡിയോ എടുക്കാൻ മറന്നത്, ഇതിൻ്റെ ആ 3 ലവിൻ്റെയും താഴെയായിട്ട് ആ കമ്പികളൊന്ന് 3 കൂടി ഒന്ന് ജസ്റ്റ് ഒന്ന് പിരിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. ഞാൻ ഈ ഒരു ഫോട്ടോ കാണുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും. എന്നിട്ട് അതിലൊരു ലവിൻ്റെ ബീഡും കൂടെ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഫൈനൽ ലുക്ക് നിങ്ങളൊന്ന് കണ്ടാലോ. അല്ല അടിപൊളി ക്യൂട്ടായിട്ട് ചിലവ് കുറച്ച് DIY ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഡെസ്ക് ഡെക്കോർ വിത്ത് ഒരു ബർത്ത്ഡേ ഗിഫ്റ്റായിട്ട് നമുക്കിത് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ബൈ.